ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പെസഹ അപ്പത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്, അതൊന്നും പറയണമെന്ന് അതാണ് പറയാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അല്ല കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, പെസഹ അപ്പം എന്ന് പറയുമ്പം അത് വെറും ഒരു റെസിപ്പി അല്ല. എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പിന്നെ കുറച്ച് അടുപ്പമുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്. ഈ പെസഹയുടെ സമയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു 3 വർഷം ആയി, ഏകദേശം 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ ഓരോ വർഷവും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, പെസഹായുടെ അപ്പത്തിന്റെ പാലും അപ്പവും അതിൻ്റെ ഒന്ന് റെസിപ്പി ഇട്ടുകൂടെ, നിനക്ക് വീഡിയോ ഇട്ടുകൂടെന്ന്. പക്ഷെ നമുക്കുണ്ടല്ലോ, ഒരിക്കലും അത് വെറുതെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെയോ ഒരു ഡിന്നർ പോലെയോ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് പെസഹ അപ്പം എന്ന് പറയുന്നത്. അത് ആ പെസഹ വ്യാഴാഴ്ച ആ സമയത്ത് ഉണ്ടാക്കി നമ്മൾ അന്ന് തന്നെ മുറിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ ഒരു അപ്പത്തിന്റെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്ന നേരത്ത് ചെയ്യാനും പറ്റത്തില്ല. ഒന്നാമത് അത് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ഒരുക്കത്തോടു കൂടി വേണം നമ്മളത് ചെയ്യാൻ. ആ അപ്പം പുഴുങ്ങാന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ പ്രാധാന്യം, നമ്മൾക്ക് ഓശാന ഞായറാഴ്ച ഓല പള്ളിയിൽ നിന്ന് കിട്ടും. അപ്പൊ ചെറുപ്പത്തിലൊക്കെ ഞാനും എൻ്റെ അനിയനും വിചാരിച്ചുകൊണ്ടിരുന്നത് ഓല കൈ കിട്ടിയാൽ വീട്ടിൽ ചെന്ന ഉടനെ മമ്മി അപ്പം റെഡിയാക്കി തരുമെന്നായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി, ഓശാന ഞായറാഴ്ചത്തെ ഓല വെച്ചിട്ടാണ് നമ്മൾ പെസഹ വ്യാഴാഴ്ചയാണ് അപ്പം പുഴുങ്ങേണ്ടതെന്ന്. അത് നമ്മൾ പുഴുങ്ങണമെന്നുണ്ടെങ്കിൽ കുമ്പസാരിച്ച് റെഡി ആയിരിക്കണം. അത് അപ്പം ഭക്ഷിക്കാനും നമുക്ക് യോഗ്യത ഉണ്ടാകണം, ഉണ്ടാക്കാനും അതിനുള്ളൊരു യോഗ്യത ഉണ്ടാവണം. അപ്പൊ സാധാരണ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ ചൊവ്വാഴ്ച പെസഹ, ബുധനാഴ്ച, ചൊവ്വാഴ്ചയൊക്കെ ആകുമ്പോഴായിരിക്കും സാധാരണ പള്ളിയിൽ കുമ്പസാരമൊക്കെ ഉണ്ടാവുക. അതെല്ലാം കഴിഞ്ഞ് നല്ല മിടുക്കരായിട്ട് നല്ല കുട്ടികൾ, അത് പ്രത്യേകം മമ്മിയ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയും കേട്ടോ, വഴക്കുണ്ടാക്കുന്നവർക്ക് പറ്റത്തില്ല കേട്ടോ, വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അപ്പം പെസഹ അപ്പം തരികയല്ലേ എന്നിങ്ങനെയൊക്കെ പറയുമായിരുന്നേ. അതൊക്കെ ഒരു നല്ല ചെറുപ്പകാലത്തെ നല്ല ഓർമ്മകളാണ്. അത് നമ്മൾ അപ്പത്തിന് കുഴയ്ക്കുന്നത്, അതായത് ഇപ്പം ഞാൻ പറയാം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് മെയിനായിട്ടെന്ന് പറയാവേ. 2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്ന് കുതിർത്ത് അരച്ചത് പേസ്റ്റായിട്ട്, നല്ല പേസ്റ്റ് ആയിരിക്കണം. 2 ഗ്ലാസ് പച്ചരിക്ക്, പച്ചരി വറുത്ത പച്ചരി പൊടിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 2 ഗ്ലാസ് അതായത് ഇടിയപ്പത്തിന്റെയും നമ്മള് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, അത് 2 ഗ്ലാസ് അരിപ്പൊടിയാണെങ്കിൽ 1/2 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട്, 1/2 ഗ്ലാസ് തന്നെ വേണമെന്നില്ല. ഉഴുന്ന് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് പുളിക്കാണ്ടാണ് ചെയ്യുന്നത്. സാധാരണ അപ്പം പോലെ ഇത് പുളിച്ചിട്ടുള്ളതല്ല, പുളിക്കാത്ത അപ്പമാണ്. പിന്നെ നമ്മൾ വേണ്ടത് 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് തന്നെ തേങ്ങ ചേർക്കണം. കാരണം തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഒരു വലിയ സ്പൂൺ ജീരകവും, വെളുത്തുള്ളി ഒരു 10 എണ്ണം, ചെറിയ ഉള്ളി 2 എണ്ണം, നിർബന്ധമില്ല, പക്ഷെ ചിലരൊക്കെ ചെറിയ ഉള്ളിയും ചേർക്കാറുണ്ട്. വെളുത്തുള്ളി നിർബന്ധമാണ്. ഒരു 10 വെളുത്തുള്ളിയും ചേർത്ത് ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ജീരകവും നല്ല തേങ്ങയും ജീരകവും നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മുഴുവൻ തേങ്ങയല്ല, അതായത് ജീരകം അരയ്ക്കാനുള്ള തേങ്ങയും ബാക്കി തേങ്ങ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയുള്ളൂ. ആ അരച്ച് വെക്കുന്ന ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കൂടെ കൂട്ടി അരയ്ക്കുമല്ലോ, ആ അരയ്ക്കുന്ന അതിൽ നിന്നൊരു ചെറിയ ഉരുള മാറ്റി വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ പാലിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. അത് അപ്പത്തിന് എന്തൊക്കെ ചേരുവകളാണോ നമ്മൾ ചേർക്കുന്നത് അതെല്ലാം പാലിലും വേണം. അപ്പോഴാണ് നമ്മുടെ ആ പാലിന്റെ ടേസ്റ്റും കൂടെ ശരിയാവുന്നത്. അത് എല്ലാം ചേർത്ത് നല്ല ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ കുഴയ്ക്കാന്. ചൂടുവെള്ളത്തിൽ ഈ അരിപ്പൊടിക്കകത്തേക്ക് ഈ ഉഴുന്നരച്ചതും ഈ തേങ്ങ ഒതുക്കിയതും ഇഞ്ചിയല്ല ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ കൂടെ അരച്ചതും കൂടെ ചേർത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ച് ഉപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് റെഡിയാക്കണം. പക്ഷെ ഈ കുഴയ്ക്കുന്നതുണ്ടല്ലോ, സാധാരണ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലെ നമ്മള് പെണ്ണുങ്ങളൊന്നുമല്ല, കുടുംബിനികളൊന്നുമല്ല അപ്പത്തിന് കുഴയ്ക്കുക. അതായത് കുരിശപ്പം കുഴയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് മുതിർന്ന
ആണുങ്ങള്, അതായത് അപ്പനോ ബ്രദറോ ഹസ്ബൻഡോ അവരാരെങ്കിലും ആയിരിക്കണം നമുക്ക് അപ്പം കുഴയ്ക്കാം. സാധാരണ പോലെ വീട്ടിലുണ്ടാക്കുന്ന മറ്റു ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നമ്മളൊന്നും അല്ല, അതായത് സ്ത്രീകളല്ല അത് കുഴയ്ക്കുന്നത്. അതിന് എന്താന്ന് വെച്ചാല് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ച്, പാനയുണ്ട്, പുളിയാത്തപ്പത്തിന്റെ പാന വായിക്കണം ആ കുഴയ്ക്കുന്ന ടൈമില്. അങ്ങനെയാണ് നമ്മളത് തയ്യാറാക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഈ പരിപാടികളെല്ലാം അവിടെ കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കും. പലപ്പോഴും നടക്കാം ആ സമയത്ത് ഉണ്ടാക്കി പിന്നെ പെസഹ വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖ വെള്ളിയാഴ്ച അപ്പത്തിന്റെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അത് പറ്റാത്തത്. അപ്പൊ പെസഹായിക്ക് നമ്മൾ പാന വായിക്കണം. പാന ഇവിടെ പ്രിൻസ് ആണ് പിന്നെ അപ്പത്തിന് കുഴയ്ക്കുന്നതും. പാന വായിച്ചുകൊണ്ട് തന്നെയാണ് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് ആണ് പ്രാർത്ഥിച്ച്, ഞാൻ പറഞ്ഞല്ലോ, കുമ്പസാരിച്ച് ഒരുങ്ങി നല്ല ഒരുക്കത്തോടു കൂടി ആണ് നമ്മളത് കുഴച്ച് റെഡിയാക്കണം. കുഴച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ പ്ലേറ്റിലാണ് പെസഹ അപ്പം, അതായത് മുറിക്കാനുള്ള അപ്പം നമ്മൾ ഒരു റൗണ്ട് പ്ലേറ്റിലാണ് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാല് നമ്മൾ എത്രയാണോ ആൾക്കാർ നമ്മുടെ വീട്ടിൽ കൂടുതലുണ്ടെങ്കിൽ വലിയ അപ്പം, അല്ല കുറച്ച് പേരെയൊക്കെ ഉള്ളെങ്കിൽ ചെറിയ അപ്പം. കാരണം പിറ്റേ ദിവസത്തേക്ക് കുരിശപ്പം നമ്മൾ ബാക്കി വെക്കാൻ പാടില്ല, പാലും ബാക്കി വെക്കാൻ പാടില്ല, കുരിശപ്പവും ബാക്കി വെക്കാൻ പാടില്ല. അത് അന്ന് തന്നെ അപ്പം തന്നെ മുറിച്ച് അപ്പം തന്നെ കഴിച്ച് നമ്മൾ തീർക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ രീതിയെ. അപ്പൊ അത് നമ്മൾ കുരിശോല വെക്കണത് സാധാരണ നമ്മള് ഇതിനും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ ചെറിയ കാലഘട്ടത്തില് ഞങ്ങൾ പിള്ളേരായിരിക്കുമ്പോൾ വഴക്കുണ്ടാക്കുമായിരുന്നു. ഞാനും എൻ്റെ ബ്രദർ സജീവ്, അവനും ഞാനും പള്ളിയിൽ ഓല കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അത് വാടുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. വാട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരും. ഓല കയ്യിൽ കിട്ടുമ്പോഴേ നോക്കും അതെല്ലാം എന്തെങ്കിലും വരയുണ്ടോ മുറിവുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമെന്നാണ് ഈ വെല്ലുമിച്ചയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ നല്ല നല്ല സുന്ദരൻ ഓലയെ കിട്ടിയിരിക്കുന്നെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെയാണ്. അപ്പൊ അപ്പത്തിന് കുഴച്ച് പ്ലേറ്റിൽ പരത്തി നല്ല തിക്കായിരിക്കും. നല്ല തിക്ക് മീൻസ് നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഒരു പാകത്തിലാണ് നമ്മൾ മാവിങ്ങനെ കോരി വെക്കുന്നത്. അല്ലാതെ ദോശമാവിന്റെയോ മറ്റപ്പത്തിന്റെ മാവിന്റെയോ പോലെയൊന്നും ബാറ്റർ ലൂസ് ആയിരിക്കത്തില്ല. അപ്പൊ അതിങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓല വെക്കും. ഓല വെക്കുമ്പം വീട്ടിലെ നമ്മുടെ പള്ളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഓലയുടെ 2 പീസ് എടുത്തിട്ട് കുരിശ് ആകൃതിയിൽ നമ്മൾ ഓല അങ്ങനെ വെക്കും. എന്നിട്ട് അപ്പം പുഴുങ്ങാൻ വെക്കുന്നതിനുണ്ട് പ്രത്യേകത. നേരത്തെയൊക്കെ മമ്മി ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് എന്താ വലിയ കലത്തില്, അതായത് പെസഹ പുഴുങ്ങുന്നതിന് പ്രത്യേക ഒരു കലം ഉണ്ടായിരിക്കേ വീട്ടില്. അപ്പം അതിനകത്ത് എന്താന്ന് വെച്ചാല് ഈ വാഴയിലയിൽ നമ്മൾ ഇൻട്രിയപ്പം, അത് പറഞ്ഞല്ലേ ഞാൻ, ഇൻട്രിയപ്പം നമ്മൾ പുഴുങ്ങുന്നത് വാഴയിലയിലാണ്. ഓരോ രീതി ഓരോ നാട്ടിലും ഓരോരുത്തർക്കും ഉണ്ടാകും കേട്ടോ. ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് കണ്ണൂർ ആലക്കോടൊക്കെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ വാഴയിലയിൽ നമ്മൾ നല്ല കനത്തിലാണ് ഈ മാവ് കോരി വെച്ചിട്ട് ഇങ്ങനെ കോണോട് കോണാണ് മടക്കുന്നത് കേട്ടോ. നമ്മൾ അല്ലാതെ സാധാരണ ഇലയുടെക്ക് മടക്കും പോലെ അല്ല, ഇങ്ങനെ ക്രോസ് ചെയ്താണ് അത് നമ്മൾ മടക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ കനത്തിലുമായിരിക്കും, നൈസായിട്ടായിരിക്കുകയല്ല. അത് ഇങ്ങനെ കലത്തിൽ വെള്ളം വെച്ചിട്ട് അടിയിൽ മമ്മി ഇങ്ങനെ ചിരട്ടയുണ്ടല്ലോ, ഈ തേങ്ങയ്ക്കൊക്കെ എടുക്കുന്ന ചിരട്ട, ആ തേങ്ങ ചിരവുന്നതിനും എല്ലാം പ്രത്യേകതയാണ് കേട്ടോ. കാരണം വേറെ ഒന്നിനും ആ അപ്പത്തിനെടുക്കുന്ന തേങ്ങയെക്കൂട്ട് വേറെ ഒന്നിനും എടുക്കുകയല്ല. അപ്പത്തിനും പാലിനും സെപ്പറേറ്റ് തേങ്ങ, അത് നേരത്തെ തന്നെ നല്ല പച്ച തേങ്ങയൊക്കെ ഇടിയിപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കും. അത് അടിയിൽ വലിയ കലത്തില് ഇങ്ങനെ ചിരട്ടയൊക്കെ ഓരോന്നൊക്കെ വെച്ച് കൊടുത്ത് അതിന്റെ മുകളില് പച്ച ചകിരി വെച്ചിട്ട് പിന്നെ വാഴയുടെ ആ ഇലയുടെ തണ്ടുണ്ടല്ലോ അതൊക്കെ വെച്ച് ഇങ്ങനെ ലെവൽ ചെയ്ത്, അപ്പം അതിൽ നിന്ന് ആവി വരുമ്പം അതൊരു നല്ലൊരു ഫ്ലേവറാണ് നമുക്ക്. അപ്പത്തിന് അതിൽ നിന്ന് ഇങ്ങനെ ആവി വരുമ്പോൾ തന്നെ അറിയാം പെസഹ വ്യാഴാഴ്ചയുടെ ഒരു അപ്പത്തിന്റെ ഒരു മണമൊക്കെ വരും. എന്നിട്ട് ഈ ഇൻട്രിയപ്പം അടുക്കി വെക്കും. ഇൻട്രിയപ്പം അടുക്കി വെച്ചിട്ട് ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ കുരിശപ്പം വെക്കുക. കുരിശപ്പത്തിന്റെ മുകളിലേക്ക് ഒന്നും വെക്കാൻ പാടില്ല. കുരിശപ്പം അടിയിൽ ഇത് വെച്ചതിന് ശേഷം കുരിശപ്പം ഏറ്റവും മുകളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ മൂടുന്നത്. വലിയ അടപ്പ് വെച്ചിട്ട് മൂടി അത് അവിടെ ഇരുന്ന് കുറെ ടൈം എടുത്തിട്ടാണ് അത് വെന്ത് പാകമായിട്ട് വരുന്നത്.
നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ. വീടെല്ലാം അടിച്ചു വാരി തുടച്ച് മുറ്റം ഒക്കെ നല്ല വൃത്തിയാക്കി എല്ലായിടത്തും, അതായത് നല്ല വൃത്തിയായിരിക്കണം. നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രങ്ങള് എല്ലാം അതുപോലെ നല്ല എല്ലാം കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ അപ്പം പുഴുങ്ങത്തുള്ളേ. അപ്പൊ അത് അപ്പം അങ്ങനെ പുഴുങ്ങുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ച അപ്പം പുഴുങ്ങുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമാണ്. ഇപ്പോഴത്തെ തലമുറയിൽ പകുതി പേരും അപ്പം പുഴുങ്ങാൻ കൂട്ടാക്കാറില്ല. നമ്മള് ഈ ബേക്കറിന്ന് ഈ കുരിശുറൊട്ടി ഉണ്ടല്ലോ, അന്നൊക്കെ അങ്ങനെ തന്നെ, ഇപ്പോഴും അതുണ്ട് കേട്ടോ. കുരിശുറൊട്ടി മേടിച്ചിട്ട് മുറിക്കുക ചെയ്യുന്നത്. സാധാരണ അപ്പം ഉണ്ടാക്കാൻ പറ്റാത്ത തൊട്ടടുത്ത വീടുകളൊക്കെ എവിടെയെങ്കിലും നമ്മുടെ അയൽവക്കത്തൊക്കെ ആരുടെയെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അവർക്കും കൂടെ ഒരു കുരിശപ്പവും ഇൻട്രിയപ്പവും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ വീട്ടിലും അപ്പം മുറിക്കണം എന്നുള്ളതാണ്. നമുക്ക് പുഴുങ്ങാൻ പറ്റത്തില്ലെങ്കിൽ വേറെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് പുഴുങ്ങി കൊണ്ടുതരും. എന്നിട്ട് ഇത് കഴിക്കുന്നതിനും ഉണ്ട് ഒരു പ്രത്യേകത കേട്ടോ. സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ ഇവിടെയാണെങ്കിലും പ്രിൻസ് ആണെങ്കിലൊക്കെ അപ്പം മുറിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ കഴിക്കാൻ, അതായത് നമ്മൾ അപ്പം കഴിക്കുന്നതിനൊക്കെ കുറച്ച് മുന്നേ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് അപ്പമൊക്കെ പുഴുങ്ങി വെച്ച് കഴിഞ്ഞ് വീട്ടിലുള്ള ദൂരത്തൊക്കെ ആണെങ്കിൽ എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിളിക്കും. അതായത് പെസഹ അപ്പം ഭക്ഷിക്കുന്നതിന് മുന്നേ എല്ലാരെയും നമ്മള് സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ അടുത്തല്ല നമ്മളുള്ളതെങ്കിൽ മാതാപിതാക്കളെയൊക്കെ വിളിച്ച് ഭയങ്കര ഒരു നല്ല സ്നേഹത്തോടെ, നമുക്ക് ആരോടെങ്കിലും ഒക്കെ ദേഷ്യമോ, അയൽവക്കത്താണെങ്കിലും ശരി, സഹോദരങ്ങളോടാണെങ്കിലും ശരി, മക്കളോടാണെങ്കിലും ശരി, നമുക്ക് അങ്ങനെ എന്തെങ്കിലും അരിശോ ദേഷ്യമോ പിണക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അന്നത്തെ ദിവസം നമ്മൾ ഉപേക്ഷിക്കണം. എന്നാലും നമുക്ക് പെസഹ ഭക്ഷിക്കാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. നമ്മൾ ബാക്കി എല്ലാ ദിവസവും നമ്മൾ മിണ്ടാനൊക്കെ മടിയുള്ളവരൊക്കെ പെസഹ വ്യാഴാഴ്ച ആകുമ്പോൾ എങ്ങനെ പോയാലും നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞോ, അല്ലെ ഫ്രണ്ട്സിനെ വിളിച്ച് വർത്താനം പറഞ്ഞോ, അയൽവക്കത്തിലുള്ളവരോടൊക്കെ സംസാരിച്ച് നല്ലൊരു സന്തോഷത്തോടു കൂടിയാണ് നമ്മളിത് അപ്പം മുറിക്കാൻ നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാകുന്നത്. പിന്നെന്താന്ന് വെച്ചാല്, ഇത് അപ്പം മുറിക്കുന്നതിന്റെ പ്രത്യേകത, നമ്മുടെ വീട്ടിലെ പ്രായമായ വ്യക്തിയാണ്, അതായത് ആണുങ്ങളിൽ ആരെങ്കിലും, അപ്പനായിരിക്കും അല്ലെങ്കിൽ ഭർത്താവോ അങ്ങനെ ആരെങ്കിലും ആണ് ഈ അപ്പം മുറിക്കേണ്ടത്. നമ്മൾ സ്ത്രീകളല്ല. അത് എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ നമ്മൾ ഒന്നിച്ച് നിന്ന് ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷം മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് നമ്മൾ അപ്പം പുഴുങ്ങാൻ ഇരുന്നത് പോലെ തന്നെ അപ്പം മുറിക്കുന്ന സമയത്തും വളരെ ഒരുക്കത്തോടു കൂടി ഭക്തിയോടെ എണീറ്റ് നിന്ന് നെറ്റിയിൽ കുരിശൊക്കെ വരച്ച് വീട്ടിലെ മൂത്തയാള് അപ്പം മുറിക്കും. എന്നിട്ട് ഏറ്റവും മൂത്ത ആൾക്ക് തൊട്ട് ആണ് കൊടുക്കുക. എന്താ ഒരു എത്രയാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ മക്കളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും മൂത്ത മോനോ മോളോ ആരാണോ ആദ്യം അവർക്കാണ് കൊടുക്കുക. അത് അങ്ങനെ ഇളയ ആള് വരെ അങ്ങനെ എത്തും. അങ്ങനെയാണ് നമ്മൾ പെസഹ ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പം വെറുതെ നമ്മൾ അതിനൊരു ലാഘവത്തോടെ കാണരുത് ഒരിക്കലും. നമ്മളത് ഒത്തിരി എന്താ പറയുന്ന, ഒത്തിരി സന്തോഷത്തോടെയും ഒത്തിരി ഒരുക്കത്തോടെയും ചെയ്യേണ്ടതാണ്. പെസഹ അപ്പവും പെസഹ പാലുണ്ടാക്കുന്നതും അതുപോലെ തന്നെ തേങ്ങയുടെ പാല്, നല്ല കൊഴുത്ത പാലാണ് നമുക്ക് വേണ്ടത്. 1-2 പാല് ആണ് വേണ്ടത്. നമുക്കത് പാലിനകത്ത് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കരയാണ് കേട്ടോ മധുരത്തിന് ചേർക്കുന്നത്. കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം അരച്ചു വെച്ച അപ്പത്തിന്റെ അരപ്പുകൂട്ട് കുറച്ച് ഇതിനകത്ത് ചേർക്കും. പിന്നെ ഒരിത്തിരി അരിപ്പൊടി അതിനകത്തേക്ക് കലക്കി ചേർക്കും. അതും ഇട്ട് തേങ്ങാപ്പാല് തിളച്ചു പോകരുത് കേട്ടോ. തേങ്ങാപ്പാല് തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞിരിക്കൂലേ, അങ്ങനെ പാടില്ല. ശർക്കരയും ഉരുക്കിയത് അതിന്റെ കല്ലൊക്കെ മാറ്റി അരിച്ചൊഴിക്കണം പാലിനകത്തേക്ക്. എന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം കുരിശ് ഓലയും കൊണ്ട് നമ്മൾ അതേ 2 പീസ് വെച്ചിട്ട് കുരിശാകൃതിയിൽ ചെയ്തിട്ട് പാലിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കി നമ്മൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. എന്നിട്ട് ഈ പാലും അപ്പവും കൂടെ നമ്മൾ ഒന്നിച്ചാണ് കഴിക്കേണ്ടത്. അതായത് അപ്പം മുറിച്ച് തന്ന്
പാലിൽ മുക്കി ആണ് നമ്മളത് കഴിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ പെസഹ ഭക്ഷിക്കേണ്ട രീതി അങ്ങനെയാണ്. ഇതിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാം. ഓരോ നാട്ടിൽ ഓരോ രീതി ആയിരിക്കാം കേട്ടോ. എൻ്റെ നാട്ടിലും എൻ്റെ ചെറുപ്പത്തിൽ കണ്ടതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ആയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് കേട്ടോ. പ്രിൻസിന്റെ വീട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഈ കടയൊക്കെ അടയ്ക്കണമെന്ന് അമ്മച്ചിക്ക് നിർബന്ധം. ചാച്ചനൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അമ്മച്ചി പിന്നെ ഉച്ച കഴിഞ്ഞ് ആരെയും ഷോപ്പിൽ പോകാൻ സമ്മതിക്കില്ല. നേരത്തെ തന്നെ വ്യാഴാഴ്ച കടയൊക്കെ അടച്ചു വന്ന് പാനയൊക്കെ വായിച്ച് നല്ല കുട്ടികളായിട്ട് എല്ലാവരും വീട്ടിലുണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് തറവാട്ടിൽ നിന്നാണ് ഇങ്ങനെ അപ്പം മുറിക്കാനൊക്കെ ആരംഭിക്കുന്നത്. അതിനുശേഷം മക്കൾ ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് അപ്പമൊക്കെ മുറിച്ച് വളരെ ആഘോഷത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ പെസഹ ആഘോഷിച്ചുകൊണ്ടിരുന്നതും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ വീട്ടിലും പോകാൻ പറ്റിയില്ലെങ്കിലും ഉള്ളവരെ ഒത്തുകൂടി പെസഹ ഭക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്നത്തെ എൻ്റെ ഈ പെസഹ അപ്പത്തെ കുറിച്ചുള്ള വീഡിയോ കുറച്ച് നീണ്ടുപോയെന്നറിയാം. എന്നാലും എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത് കൊണ്ട് ഞാനത് ഷെയർ ചെയ്തതാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ വളരെ ഒരുക്കത്തോടു കൂടി പെസഹ ഭക്ഷിക്കാൻ ഒരുങ്ങുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.